ഹായ് ഗായ്സ്, സായുവിനോടും ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ അവനൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. 7:15 ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഡയറി പോയി പാല് മേടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ പോയിട്ട് വരാമെന്ന്. അവനങ്ങനെ കരയൊന്നുമില്ല കേട്ടോ. അവൻ ഓക്കെയാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ അവൻ ഓക്കെയാണ്. പാല് തിളപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുണ്ട് അടുക്കളയിൽ. അമ്മയും വേറെ എന്തൊക്കെയോ പരിപാടികളിലൊക്കെയാണ്. സായു ബേബി രാവിലെ എണീക്കും കേട്ടോ. ഒരു 5:30-6 മണി ടൈമിലൊക്കെ എണീക്കും. അപ്പോൾ അമ്മയാണ് അവനെ എടുത്തുകൊണ്ട് പോണത്. എന്നെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അമ്മ വിളിക്കുക, പാല് മേടിക്കണ സമയമാകുമ്പോൾ കേട്ടോ. രാവിലെ വൈകുന്നേരം സായുവിന് പശുവും പാല് കൊടുക്കും. അവന് വയറിന് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പശുവും പാല് കുടിച്ചിട്ട് നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. സായു ബേബി ഇപ്പോൾ ഹോളിലെ കളികളൊക്കെ നിർത്തിയിട്ട് ഓടി വരുന്നുണ്ട്. അവനൊരു കുഞ്ഞിറ്റാറ്റ പോകാനുള്ള ടൈമൊക്കെ ആയി. അപ്പോൾ ഞാനോ അമ്മയൊക്കെ ഈ സമയത്ത് അവനൊന്ന് പുറത്തിറക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ ടാറ്റ ഉണ്ടാവാൻ പോണത്. ഇപ്പോൾ ഫോണൊക്കെ കണ്ടിട്ട് ആൾ നോക്കണുണ്ട്. ഇതെന്താ ഈ സാധനം ഇവിടെ പതിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആൾ നോക്കണ്ട്. പിന്നെ ഏത് നേരവും ഇതെന്നാ അതെന്നാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യം ഭയങ്കര കൂടുതലാണ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യവും വെറുതെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മൂക്കും കണ്ണും ഒക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഇതെന്നാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഒരു ഹോബി എന്ന് പറയുന്നത് തന്നെ അതാണ് കേട്ടോ. ഇന്നിപ്പോൾ അമ്മയെ കുഞ്ഞിറ്റാറ്റ കൊണ്ടുപോയേക്കണവനെ. അവൻ ആൻറ്റിമാരുടെ അടുത്തൊക്കെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് ആളിങ്ങ് വൈബായിട്ടിങ്ങ് പോകുന്നോളും. അവന് ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരുടെ അടുത്തൊക്കെ പോയിരിക്കാൻ. അപ്പോഴത്തേക്കും ഞാൻ പാലൊക്കെ ആറ്റി വെക്കണ്ട്. കർക്കിടക മാസം തുടങ്ങിയതുകൊണ്ട് തന്നെ അമ്മ ഫോണിൽ രാമായണം നല്ല ഒച്ചത്തിൽ വെച്ചിട്ടുണ്ട്. നല്ല സൗണ്ടാണ് കേട്ടോ. പിന്നെ അവൻ എന്നും രാവിലെ മുട്ട കഴിക്കും. അപ്പോൾ അതും സെറ്റാക്കി. പിന്നെ വന്നിട്ടുള്ള സായുവിൻ്റെ കളികൾ, കലാപരിപാടികൾ, കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മദറിൻലോയുടെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കണേ. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് 2 സവാളയും 2 കഷ്ണം വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ചെറുള്ളിയാണ് ബെസ്റ്റ്. പക്ഷേ ഇവിടെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവാള വെച്ചു കേട്ടോ. ഗോതമ്പിൻ്റെ ഉണ്ട ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കണയാണിത്. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് അത് മൂത്ത് കഴിയുമ്പോൾ തേങ്ങ ചിരകി വെച്ചേക്കണത് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ബോൾസ് ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളുണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ആണ് രാവിലെ കുടിക്കുക. അപ്പോൾ ഇതും ഗ്രീൻ ടീയും കൂടി കഴിച്ചു. അടുത്തത് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് തക്കാളി കിച്ചടി ഉണ്ടാക്കലാണേ. അപ്പം ഞാൻ തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു. അപ്പോഴത്തേക്കും ഈ വെയിൽ കണ്ട വഴി അമ്മ വേഗം പോയി മുളകൊക്കെ ഉണക്കാനിട്ടു. ഓടി ഓടി മഴ വരും. അപ്പോൾ അത് നോക്കിയിരിക്കണം. തക്കാളി കിച്ചടി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. കടുക് താളിച്ചതിലേക്ക് തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. പിന്നെ തേങ്ങ ചിരണ്ടിയതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കടുകും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെക്കുക. തക്കാളി സെറ്റപ്പായി വരുമ്പോഴത്തേക്കും ഈ കൂട്ട് നമ്മൾ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുക. ഭയങ്കര സിമ്പിളും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ സായുവിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സായുവിന് ചോറ് ഇപ്പോൾ കഴിക്കണത് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. ഒട്ടും കഴിക്കില്ല അവൻ. അപ്പോൾ ഗോതമ്പ് കഞ്ഞി, പൊടിയരിക്കഞ്ഞി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഞാനെടുത്ത് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ സായു ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ അവൻ ഇത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ആധാർ എടുക്കാൻ വേണ്ടി പോകാനുള്ളതാണ്. അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ ആധാർ എടുക്കാൻ വേണ്ടി പോയി. എല്ലാം സെറ്റായി. 2 ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ചെല്ലാനാണ് പറഞ്ഞേക്കണം കേട്ടോ. ഇവനെ കൊണ്ട് പോയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവൻ ആ അക്ഷയ ഫുള്ളിങ്ങനെ ഓടി കളിച്ച് നടക്കുമായിരുന്നു. അവരെ തോണ്ടലും ഇവരെ തോണ്ടലും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ പിള്ളേരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇതും ഒരു രസമാണ്. സായുവിനങ്ങനെ പുതിയ ആൾക്കാരെ കാണുമ്പോൾ പേടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി വലുതാവുമ്പോൾ എങ്ങനെയാണോ എന്തോ. പക്ഷേ ഇപ്പോൾ അവനിങ്ങനെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ നടക്കും. ആധാർ എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറുണ്ടിട്ട് വേണം എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാൻ. അപ്പോൾ ഞാൻ നേരെ വന്ന് ചോറുണ്ട് സായുവിനെ ഉറക്കിയിട്ട് ഡാൻസ് ക്ലാസ്സിന് പോയി. കുറച്ച് പേരൊക്കെ ഇപ്പോൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. തിരിച്ച് വന്നപ്പോഴത്തേക്കും സായു എണീറ്റിട്ടുണ്ട്. പിന്നെ ഞാനങ്ങ് പുറത്തേക്ക് ഇറക്കി. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ മുറ്റത്തെ പുല്ല് പറിക്കണ പരിപാടിയിലാണ്. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. കല്ലൊക്കെ പെറുക്കി നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ പുല്ല് പറിക്കണതിൻ്റെ കൂടെ കൂടി നിന്നിട്ട് അച്ഛൻ പുല്ല് പറിക്കണതിൻ്റെ അപ്പോൾ ഇവനും പുല്ല് പറിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുല്ല് പറിച്ച് വായിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. രസമാണ് പിള്ളേരുടെ കാര്യം. അവർ മണ്ണിൽ കളിക്കുമ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിക്കണയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്.
മഴക്കാലമായതുകൊണ്ട് അട്ട കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിന് അട്ടേനെ ഭയങ്കര ഇഷ്ടമാണ്. അട്ട പോണത് നോക്കിക്കൊണ്ടിരിക്കുക, അട്ടേനെ തപ്പി നടക്കുകയൊക്കെ ചെയ്യും. അട്ടേനെ കണ്ട അട്ടയോട് വർത്താനമൊക്കെ പറച്ചിൽ, രസം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു അട്ടേനെ പോയി കിള്ളി അവൻ. അപ്പോൾ അമ്മ അവിടെ നിന്ന് എണീപ്പിച്ച് വിട്ടതാണ്. അങ്ങനെ കിള്ളാറില്ലായിരുന്നു, പക്ഷേ ഇന്നെന്തോ അതിനെ കയറി പിടിക്കാനും അള്ളാനും ഒക്കെ അവന് തോന്നി. അപ്പോൾ ആ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആൻറ്റിമാരുടെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ സന്ധ്യ ആയപ്പോൾ വീട്ടിൽ വന്ന് കുളിപ്പിച്ച് അകത്തേറ്റി. ആയുന് കഴിക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഏത്തപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് നെയ്യിലങ്ങ് വാട്ടിയെടുക്കണം. നന്നായിട്ട് ആയി കഴിയുമ്പോഴത്തേക്കും പാലൊഴിച്ച് അങ്ങനെ ഒന്ന് കുറുക്കി വറ്റിച്ചൊക്കെ എടുക്കുക. കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിരിക്കും. ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി അവിടെ സീതപ്പഴം ഉണ്ടായത് കൊണ്ടേ തന്നതാണ്. അപ്പോൾ ആ കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാത്രിത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്കൊക്കെ കടന്നു. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ ഉറങ്ങാൻ പോകും. അപ്പോൾ ഓക്കെ, ടാറ്റാ.